പറഞ്ഞതിന് ശേഷം നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം. അതേ സന്ദർഭത്തിൽ അനസ് മൗലവി ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയം പറയുന്നുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നതിന് മുമ്പ് അനസ് മൗലവി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനോട് എനിക്കറിയാം നീ ഒരു കല്ലാണ്, ഉപകാരം ഉപദ്രവമൊക്കെ ചെയ്യില്ല എന്ന് ഹജറുൽ അസ്വദിനോട് പറയുന്ന രൂപത്തിലാണല്ലോ ഹദീസിലുള്ളത്. പക്ഷേ അനസ് മൗലവി ഒരു ചോദ്യം ചോദിച്ചു കളഞ്ഞു. എന്താണ് ചോദ്യം എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഹജറുൽ അസ്വദിനോട് ഉമർ റളിയല്ലാഹു അൻഹു സംസാരിച്ചു എന്ന് എവിടുന്നാ കിട്ടിയത്? അപ്പോൾ അനസ് മൗലവി ചോദിക്കുന്നത് ഹജറുൽ അസ്വദിനോട് ഉമർ റളിയല്ലാഹു അൻഹു സംസാരിച്ചു എന്ന് എവിടുന്ന് കിട്ടിയെന്നാണ്. അപ്പോൾ കിട്ടിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം, പറഞ്ഞ ആളെയും കാണിച്ചു തരാം. അനസ് മൗലവി പറയുക അത് ആരാണ് എന്ന്. ഇൻഷാ അല്ലാഹ് അത് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിന്റെ സമീപത്ത് എന്നിട്ട് പറഞ്ഞു, യാ ഹജർ ഇന്നി അഅലമു അന്നക ഹജർ, ഏ കല്ലേ എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണെന്ന്. ആരാണിത് പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ആരോടാണ് പറയുന്നത്? കല്ലിനോടാണ്. കല്ലിനെ വിളിച്ചിട്ടാ പറഞ്ഞത്, യാ ഹജറേ, ഹജറേ ഇന്നി അഅലമു അന്നക ഹജർ, നീ ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു കല്ലിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അനസ് മൗലവി നിങ്ങൾ എന്താ പറഞ്ഞത്? ഉമർ റളിയല്ലാഹു തആല അൻഹു കല്ലിനെ വിളിച്ച് കല്ലിനോടാണ് സംസാരിച്ചത് എന്ന് താങ്കൾ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ആ ഹദീസിലെ ലാഹിറിൽ അങ്ങനെ തന്നെയാണുള്ളത്. എന്ന് കരുതി ഉമർ റളിയല്ലാഹു അൻഹു കല്ലിനോട് കല്ല് കേൾക്കും എന്നുള്ള നിലക്കാണോ സംസാരിച്ചിട്ടുള്ളത്? അല്ല, അത് നമുക്കൊക്കെ അറിയാം, നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. ആ വിഷയത്തിൽ വന്ന ശറഹുകളൊക്കെ നമുക്കറിയാം. മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ്, അവർ ശിർക്കിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, കല്ലിനെ മുൻനിർത്തി ഒരാൾ സംസാരിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ നിയ്യത്ത് നോക്കിയിട്ടേ അത് ശിർക്കാവൂ. അതാണ് നാം പറഞ്ഞ വാദം, അതാണ് വിഷയത്തിലെ മർമ്മം. അതല്ലാതെ ഉമർ റളിയല്ലാഹു അൻഹു കല്ലിനെ വിളിച്ച് സഹായം തേടി എന്ന് ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ സംസാരത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എൻ്റെ സംസാരത്തിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനോട് ചോദിച്ചു എന്നോ അല്ലെങ്കിൽ സഹായം ചോദിച്ചു എന്നോ ഉള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് ഞാൻ അവിടെ പ്രാർത്ഥന എന്തുകൊണ്ടവിടെ വന്നില്ല, എന്തുകൊണ്ടത് ശിർക്കായില്ല എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കാം. നിങ്ങൾ ചോദിച്ചത് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനെ നോക്കി പറഞ്ഞ വാചകങ്ങൾ മുൻനിർത്തി ഇത് കല്ലിനോട് ശിർക്കാവാത്ത സഹായ തേട്ടത്തിനുള്ള തെളിവാണെന്ന് പറഞ്ഞ മുൻകാല പണ്ഡിതന്മാർ ആരെല്ലാം? ഒരാളും പറഞ്ഞിട്ടില്ല, ഞാനും പറയുകയില്ല, ഞങ്ങളാരും പറയുകയില്ല. എൻ്റെ പ്രസംഗത്തിൽ പോലും അങ്ങനെ ഒരു വാക്കില്ല. ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലിപ്പ് ഇട്ടിട്ട് കാണിച്ചു തരൂ. ഞാൻ ഹജറുൽ അസ്വദിനോട് പറഞ്ഞു എന്നേ പറഞ്ഞിട്ടുള്ളൂ, സഹായം ചോദിച്ചു എന്ന ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടും സങ്കടകരമാണ്, നിങ്ങൾ നിങ്ങളുടെ പ്രഭാഷണത്തിൽ കല്ലിനോട് സഹായം തേടാം, പ്രാർത്ഥനയല്ലാത്ത സഹായം തേടാം എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള രൂപത്തിൽ നിങ്ങൾ വളരെയധികം അത് വിശദീകരിക്കുന്നുണ്ട്. ശരിയല്ലാതെ അങ്ങനെയുള്ള ഒരു വാക്ക് പോലും എൻ്റെ സംസാരത്തിൽ നിന്ന് എവിടെ നിന്നും നിങ്ങൾക്ക് കേൾപ്പിക്കുക സാധ്യമല്ല. പണ്ഡിതന്മാരാരും തന്നെ അതുകൊണ്ട് തന്നെ ആ നിലക്ക് പറഞ്ഞിട്ടുമില്ല. നമ്മളാരും അത് തെളിവാക്കുന്നില്ല. ആരോടും അതുകൊണ്ട് പ്രാർത്ഥനയായതോ അല്ലാത്തതോ ആയ സഹായത്തേട്ടം കല്ലുകളോടാവാമെന്ന് ഒരിക്കലും നമ്മളാരും വിശദീകരിച്ചിട്ടില്ല. മർമ്മം എന്താണ്? പ്രാർത്ഥനയും ഇബാദത്തും വരാത്തിടത്ത് കേവലം കല്ലായതുകൊണ്ടോ മരമായതുകൊണ്ടോ അതിൻ്റെ പേരിൽ ശിർക്കാവുകയില്ല എന്ന അടിസ്ഥാന തത്വം സ്ഥാപിക്കുകയാണ്. എന്നാൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ചാകുമ്പോൾ അതൊക്കെ കടന്നു വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായിരുന്നാലും ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് തിരിച്ച് നിങ്ങളോടുള്ള ചോദ്യങ്ങളാണ്. 8ാമത്തെ ചോദ്യം, ഹജറുൽ അസ്വദിൻ്റെ സംഭവം കല്ലിനോട് സഹായം തേടാനുള്ള തെളിവാണെന്ന് ഞാൻ പറഞ്ഞതായി തെളിയിക്കാമോ? ഞാൻ അങ്ങനെ പറഞ്ഞതായി നിങ്ങൾ തെളിയിക്കണം. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. 9ാമത്തത്, ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കം ധാരാളം മുഹദ്ദിസീങ്ങൾ ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഡ്രസ്സും കൊണ്ട് ഒരു കല്ല് സഞ്ചരിച്ച സംഭവം എല്ലാവർക്കും അറിയാം. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ കല്ലിനോട് പറയുന്നുണ്ട്, യാ ഹജർ സൗബി, യാ ഹജർ സൗബി, ഓ കല്ലെ എൻ്റെ വസ്ത്രം തിരിച്ചുതാ, ഓ കല്ലെ എൻ്റെ വസ്ത്രം തിരിച്ചുതാ. ഇങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്
ഷിർക്കിൻ്റെ പരിധിയിൽ വരുന്നതാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ വിധി എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വിധി പറഞ്ഞത്, ഏത് വിധിയാണ് നിങ്ങൾ പറഞ്ഞതെങ്കിലും അതിൻ്റെ കാരണം നിങ്ങൾ പറയണം. 10ാമത്തെ ചോദ്യം, കല്ല് കേൾക്കും എന്ന് വിശ്വസിച്ചാണ് ഉമർ റളിയല്ലാഹു അൻഹു കല്ലിനോട് അങ്ങനെ പറഞ്ഞതെങ്കിൽ, അഥവാ ഹജറുൽ അസ്വദിനോട് അത് കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യും എന്ന് വിശ്വസിച്ചിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെങ്കിൽ അതിൻ്റെ വിധി എന്താണ്? അപ്പോൾ ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടതാണ്. ഇനി നിങ്ങളുടെ 6ാമത്തെ ചോദ്യം, കല്ലിനോടുള്ള സഹായ തേട്ടത്തിൽ ഷിർക്കല്ലാത്തതുണ്ട് എന്നതിന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംസാരം തെളിവാക്കിയ താങ്കൾ കല്ലിനോട് ഒരാൾ നടത്തുന്ന സഹായ തേട്ടത്തിൻ്റെ ഹുക്മ് പറയുക. അത് ഞാൻ നേരത്തെ വിശദീകരിച്ചു. എന്താണത്? പ്രാർത്ഥനയും ഇബാദത്തും ഉൾക്കൊള്ളുന്ന രൂപത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ കല്ല് കേൾക്കും സഹായിക്കും എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ അത് ഷിർക്കാണ്. ഇതൊന്നുമല്ലാതെ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞത് അത് വിവരക്കേടാണ് എന്നാണ്. എന്നാൽ ഒരാൾ അത് റിപ്പീറ്റ് ചെയ്യരുത്, അത്തരം തമാശകൾ റിപ്പീറ്റ് ചെയ്യരുത്. കാരണം അത് ഷിർക്കിലേക്ക് കൊണ്ടുപോകും. എന്തുകൊണ്ട്? ഒരാൾ അങ്ങനെ സംസാരിച്ച് ഒരു പക്ഷേ പിശാച് അയാളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇയാൾ പറഞ്ഞൊരു കാര്യം കല്ലിലൂടെ നടന്നു എന്ന് വിചാരിക്കുക, എങ്കിൽ അയാൾ പിന്നെ കല്ലിനെ മഹത്വപ്പെടുത്തും. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലക്കുള്ള തമാശകൾ ഒഴിവാക്കണം, പാടില്ലാത്തതാണ്. പക്ഷേ തമാശക്കൊരാൾ ചെയ്താൽ നീ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ഷിർക്ക് ചെയ്തു എന്ന് അത്തരം ആളുകളോട് പറയാൻ പറ്റില്ല. എന്നാൽ കേൾക്കും കാണും ഞാൻ പറഞ്ഞത് ചെയ്തു തരും എന്ന വിശ്വാസത്തിലാണെങ്കിൽ അത് ഷിർക്കാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല. ഇനി നിങ്ങളുടെ 7ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു സഹാബിയും യാത്രയിൽ അവിടെ ഉണ്ടായിട്ടുള്ളൊരു സംഭവം, 2 മരത്തോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞു. പിന്നീട് അവയോട് തൽസ്ഥാനത്തേക്ക് മാറാൻ പറഞ്ഞു. അതൊക്കെ സംഭവിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്. എന്താണത്? ഈ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരത്തിനോട് സംസാരിക്കാനും ആവശ്യപ്പെടാനുമാണല്ലോ പറഞ്ഞത്. അത് ഷിർക്കാണോ? അത് ഷിർക്കാവുകയില്ല. കാരണം തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്ക് ചെയ്യാൻ ഒരിക്കലും ഒരു സ്വഹാബിയെ പ്രേരിപ്പിക്കില്ലല്ലോ. അപ്പോൾ ആ മരത്തോട് പോയി സംസാരിച്ചതിൽ പ്രാർത്ഥനയില്ല, ഇബാദത്തില്ല. അതുകൊണ്ട് മരമായാൽ അത് ഷിർക്കാകുമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും അങ്ങനെ പറയാൻ ആ സ്വഹാബിയോട് ആവശ്യപ്പെടുകയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അപ്പോൾ അതിനടിസ്ഥാനമാക്കി നിങ്ങൾ ചോദിച്ച ചോദ്യം, 7ാമത്തെ ചോദ്യം, നിങ്ങളുടെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മലമൂത്ര വിസർജനത്തിന് മറ നിൽക്കാൻ താങ്കൾ മരങ്ങളെ ക്ഷണിക്കാറുണ്ടോ? ക്ഷണിക്കുകയില്ല. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്. അങ്ങനെയൊക്കെ മരം ചെയ്തു കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിന് മാത്രം ബാധകമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ വിളിക്കാറില്ല. വിളിച്ചാലല്ലേ മരങ്ങൾ വരുമോ ഇല്ലേ എന്നുള്ള പ്രശ്നമുള്ളൂ. വിളിക്കാറില്ല, ആരും വിളിച്ചിട്ട് കാര്യമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്. അപ്പോൾ 8ാമത്തെ ചോദ്യം, അതിൻ്റെ കൂടെ നിങ്ങൾ ചോദിച്ചത്, ഈ സംഭവം മനസ്സിലാക്കിയ ഏതെങ്കിലും സ്വഹാബികൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്തിട്ടുണ്ടോ? അമൽ ചെയ്യുകയില്ല. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്. അതുകൊണ്ട് തന്നെ ആ സംഭവം വെച്ച് ഒരിക്കലും തന്നെ അതൊരു സമ്പ്രദായമായി സ്വഹാബികൾ കണ്ടിട്ടില്ല, അതേപോലെ തന്നെ മറ്റുള്ളവരും കണ്ടിട്ടില്ല. ഈ വിഷയം നമ്മൾ ഉദ്ധരിച്ചത് എന്തിനാണ്? അതേപോലെ എല്ലാവർക്കും സാധിക്കുമെന്ന അർത്ഥത്തിലാണോ? അല്ല. എന്ത് പറയാനാണ്? സ്വഹാബിയുടെ ആ സംസാരത്തിൽ അവിടെ പ്രാർത്ഥനയോ ഇബാദത്തോ ഇല്ലാത്തത് കൊണ്ട് അതിനെ ഷിർക്കെന്ന് പറയാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ഒരു ഷിർക്ക് ചെയ്യാൻ കൽപ്പിക്കുകയുമില്ല. ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരത്തോട് സംസാരിക്കാൻ പറയുക വഴി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്ന് പറയേണ്ടി വരും. അതൊരിക്കലും നമ്മൾ വാദിക്കുകയില്ല. അതേപോലെ തന്നെ പ്രവാചകന്മാർക്ക് നൽകപ്പെടുന്ന മുഅ്ജിസത്ത്, പല മുഅ്ജിസത്തുണ്ട്. പക്ഷേ ആ മുഅ്ജിസത്തൊന്നും തൻ്റെ അനുയായികളെ കൊണ്ട് ഷിർക്ക് ചെയ്യിപ്പിക്കാനുള്ള മുഅ്ജിസാത്തുകളല്ല. ഒരു മുഅ്ജിസത്തും കുഫറിലേക്കും ഷിർക്കിലേക്കും നയിക്കുന്നതല്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ മരം അങ്ങനെ ചെയ്തതെല്ലാം നബിയുടെ മുഅ്ജിസത്താണ്. പക്ഷെ നമ്മുടെ മർമ്മം അതല്ല. ആ മരത്തോട് സംസാരിച്ച ആ സ്വഹാബിയുടെ ഹുക്ം എന്താണ്? അദ്ദേഹം ഷിർക്ക് ചെയ്തോ? റസൂൽ ഷിർക്ക് ചെയ്യാൻ പറഞ്ഞോ? ഇതാണ് ആ വിഷയത്തിലെ മർമ്മം. ഏതായിരുന്നാലും ആ വിഷയം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങളോട് ആ വിഷയത്തിൽ ചോദിക്കാനുള്ള ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേട്ട് ചെയ്ത ആ സ്വഹാബിയുടെ വിധി എന്താണ്? ആ സ്വഹാബി ആ മരത്തിനോട് പോയി സംസാരിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ വിധി എന്താണ്? അത് ഷിർക്കായി തീർന്നിട്ടുണ്ടോ? അത് 11ാമത്തെ ചോദ്യമാണ്. 12ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരത്തോട് സംസാരിക്കാൻ പറയുക വഴി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ പറയുമോ? അതാണോ അള്ളാഹുവിൻ്റെ റസൂൽ ആവശ്യപ്പെട്ടത്?
മർമ്മപ്രധാനമായ ചോദ്യമാണ്. 13ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അമാനുഷിക ദൃഷ്ടാന്തമായി നൽകപ്പെടുന്ന കാര്യങ്ങൾ ശിർക്ക് ചെയ്യിപ്പിക്കുന്ന പണിയായി തീരുമോ? അങ്ങനൊരു സംഭവം ഉണ്ടാകുമോ? അപ്പോൾ വളരെ മർമ്മപ്രധാനമായ ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മരത്തോട് സഹായം തേടുന്നതിൽ ശിർക്കല്ലാത്തതുണ്ട് എന്നതിന് ഈ ഹദീസ് ദലീലായി കൊണ്ടുവന്ന താങ്കൾ മരത്തോട് തേടുന്നതിൻ്റെ ഹുക്മ് പറയുക. അത് നേരത്തെ ഞാൻ കല്ലിൻ്റെ വിഷയത്തിൽ പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് മരത്തിൻ്റെയും വിഷയത്തിലുള്ളത്. അതേസമയത്ത് അനസ് മൗലവി, ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, കേൾക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കരുത്. ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയല്ലാത്ത കാര്യങ്ങളെങ്കിലും മരത്തിനോടും കല്ലിനോടും പറയാമെന്നിവർ വിചാരിക്കുന്നു എന്ന് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആരെങ്കിലും അത് പറയുമോ പ്രിയപ്പെട്ടവരെ? കല്ലിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറയാമെന്ന്, മരത്തിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറയാമെന്ന്. എന്നാൽ അതൊന്നുമില്ലാതെ ചില ആളുകൾ ഈ ഉദ്ദേശമൊന്നുമില്ലാതെ ചിലപ്പോൾ കല്ലിനോട് സംസാരിക്കും, മരത്തോട് സംസാരിക്കും, തൻ്റെ ചെടികളോട് സംസാരിക്കുന്ന ആളുകളെ കാണാം. നീ എന്താ വളരാത്തത്? നീ എന്താണ് വാഴയോട് ചോദിക്കാറുണ്ട്, എന്താണ് നീ കുലയ്ക്കാത്തത്, എന്താണ് നീ വലുതാകാത്തത് എന്നൊക്കെ കർഷകൻ സംസാരിക്കാറുണ്ട്. ഇതൊക്കെ ആ മരത്തിനോടുള്ള പ്രാർത്ഥനയാണോ? സഹായത്തേട്ടമാണോ? വേഗം നീ വലുതാകി എന്ന് പറയുന്നതൊക്കെ അതൊക്കെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ലാതെ കേവല സംസാരങ്ങളാണ്. എന്നാൽ പ്രാർത്ഥനയാണെങ്കിൽ അതെന്തായി? അത് ശിർക്കായി തീർന്നു. ഇബാദത്ത് എന്നുള്ള നിലക്കാണെങ്കിൽ അത് ശിർക്കായി തീർന്നു. അതാണ് അതിനെ സംബന്ധിച്ച് ഉത്തരമായി പറയാനുള്ളത്. 10ാമത്തെ നിങ്ങളുടെ ചോദ്യം, മുഅ്ജിസത്തായ ഒരു സംഭവം സാധാരണ നമുക്കിടയിൽ നടമാടുന്ന കാര്യങ്ങളിൽ ഹുക്മ് നിർണ്ണയിക്കുവാൻ പര്യാപ്തമാണോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഅ്ജിസത്ത് ഒരിക്കലും ഒരു ഹുക്മ് നിർണ്ണയിക്കുന്ന വിഷയമല്ല. കാരണം അത് അമ്പിയാക്കൾക്ക് മാത്രം ഖാസായതിനാണല്ലോ മുഅ്ജിസത്ത് എന്ന് പറയുക. അത് പിന്നെ മറ്റുള്ള ആളുകൾക്ക് എങ്ങനെ നടപ്പിൽ വരുത്താൻ കഴിയും? അതൊരിക്കലും നടപ്പിൽ വരുത്താൻ കഴിയില്ല. പക്ഷേ മുഅ്ജിസത്ത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങളിലെ ഹുക്മ് അത് നമുക്ക് നിയമമായി മാറും. ഏതുപോലെ? ഇസ്രാ മിഅ്റാജ് മുഅ്ജിസത്താണല്ലോ, ആണ്. പക്ഷേ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിസ്കാരം നിർബന്ധമാക്കി, 5 വക്ത് നമസ്കാരം. അതൊരു മുഅ്ജിസത്തിൻ്റെ സന്ദർഭത്തിലാണ് ഈ വിധി ഉണ്ടായത്. ആ വിധി നമുക്കൊക്കെ ബാധകമാണ്. പക്ഷേ അതേ സംഭവം എല്ലാവർക്കും ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്റുജു അദുവല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ശൈത്താൻ പുറത്തു പോയിട്ടുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞാൽ അതിനൊരു പവറാണ്. ശൈത്താൻ പോയേ തീരൂ. വ അന റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്. അത് മുഅ്ജിസത്താണ്. പക്ഷേ ജിന്ന് ബാധിച്ച ഒരാളോട് ഉഖ്റുജു അദുവല്ലാഹ് എന്ന് പറയാൻ പാടില്ല എന്ന് പ്രാമാണികരായ പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല. അത് പറയുന്നതിന് വിരോധമില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മുഅ്ജിസത്ത് അത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞാൽ ജിന്ന് പോകുമെന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളത് മുഅ്ജിസത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഒരു ജിന്നിനോട് നീ പോകൂ എന്ന് പറയുക, ആ ജിന്നിനോട് അള്ളാഹുവിനെ ഭയപ്പെടാൻ വേണ്ടി പറയുക, ഇതൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസായതല്ല, മറ്റുള്ള ആളുകൾക്കും ആകാവുന്നതാണ് എന്ന് ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, എൻ്റെ 14ാമതൊരു ചോദ്യം ഈ വിഷയത്തിലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ സൂചിപ്പിച്ച മരത്തിൻ്റെ സംഭവം, കല്ലിൻ്റെ സംഭവം, ഇതൊക്കെ അനസ് മൗലവി, ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കുകയാണ്. ഞാനോ അതല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളോ അതല്ലെങ്കിൽ നിങ്ങൾ വിസ്ഡം എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തിലെ ആളുകളോ ആരെങ്കിലും പ്രാർത്ഥനയല്ലാത്ത രൂപത്തിൽ കല്ലിനോടോ മരത്തിനോടോ ഒക്കെ സഹായം ചോദിക്കാം, ദൈനംദിന വിഷയങ്ങളിലുള്ള കാര്യങ്ങളിലൊക്കെ സഹായം ചോദിക്കാമെന്ന് ഞങ്ങൾ വാദിക്കുന്നതായി നിങ്ങൾ കരുതുന്നുണ്ടോ? സത്യസന്ധമായി പറയുക, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമുണ്ടോ? ഞങ്ങളങ്ങനെ വാദിക്കുന്നുണ്ടോ? ഞങ്ങളത് പറയുന്നുണ്ടോ? നിങ്ങൾ പറയും, സത്യസന്ധമായി പറയും. മറിച്ച് ഞങ്ങളിവിടെ പറയാൻ ശ്രമിക്കുന്ന, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്ന കാര്യം എന്നുള്ളത്, പ്രാർത്ഥനയും ഇബാദത്തും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാധിക്കും തുടങ്ങിയ വിശ്വാസങ്ങളാണ് യഥാർത്ഥത്തിൽ ഷിർക്കിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. അത് വരാതിരിക്കുമ്പോൾ ഷിർക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളത് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ഉത്തരം നിങ്ങൾ കൃത്യമായി പറയണം, കാരണം ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരാൻ വേണ്ടി. അതേപോലെ തന്നെ 15ാമത് എനിക്ക് ചോദിക്കാനുള്ളത്, ഉഖ്റുജ് അദുവല്ലാഹ് എന്ന് മറ്റുള്ളവർക്കും പറയാമെന്ന ധാരാളം പണ്ഡിതന്മാരുടെ വാദം, അത് താങ്കൾ അംഗീകരിക്കുമോ? ഉഖ്റുജ് അദുവല്ലാഹ് എന്ന് ജിന്ന് ബാധിച്ച ശരീരത്തിലൊരു ജിന്നിനോട് പറയാമെന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയുക. ഇനി നിങ്ങളുടെ 11ാമത്തെ ചോദ്യം, പിശാചിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കാവാത്ത സഹായം തേടിയെന്ന ഗൗരവകരമായ കുറ്റം പ്രവാചകൻ്റെ മേൽ ചാർത്തിയ താങ്കൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അനസ് മൗലവി, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചോദിച്ചത്?
നിങ്ങളിതിൽ പറഞ്ഞതെന്താണ്? പിശാചിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കാവാത്ത സഹായം തേടി എന്ന ഗൗരവകരമായ കുറ്റം പ്രവാചകൻ്റെ മേൽ ചാർത്തി എന്നാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു അനസ് മൗലവി? നിങ്ങൾ എൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ ഭാഗം ക്ലിപ്പാക്കിയിട്ട് നിങ്ങൾ കാണിക്ക്. അങ്ങനെ ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. 2012 എൻ്റെ ക്ലിപ്പ് നിങ്ങൾ വരെ ഇട്ടതാണല്ലോ, നിങ്ങൾ വരെ കേട്ടതല്ലേ. നിങ്ങൾ നിങ്ങളുടെ പരിപാടിയിൽ ഈ മറുപടി പ്രസംഗത്തിൽ പോലും നിങ്ങൾ അതിലിട്ടിട്ടുണ്ട്. അതിലെന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബികളോ ഒരു നിലക്കും ജിന്നുകളോട് ഒരു നിലക്കുമുള്ള സഹായം ഒരു ഘട്ടത്തിലും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കത് പാടില്ല എന്ന് എത്ര വർഷമായി, എത്ര പ്രോഗ്രാമുകളിലായി ഞാൻ പറയുന്നു. അതേ ഞാൻ എൻ്റെ തൊട്ട് മുമ്പുള്ള പ്രഭാഷണത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പിശാചിനോട് സഹായം തേടി എന്ന് പറയുമോ? ആ വാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. നിങ്ങളതെന്നെപ്പറ്റി വ്യക്തമായ ആരോപണമാണ് പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഞാൻ അവിടെ സമർത്ഥിക്കാൻ ശ്രമിച്ചതെന്താണ്? നിങ്ങളുടെ ഒരു കായിക പ്രകാരം ജിന്നാവുന്നതോടുകൂടി തന്നെ ശിർക്ക് വരുമെങ്കിൽ പിന്നെ ജിന്നോട് പറഞ്ഞതെന്താണ് എന്നുള്ളതൊരു വിഷയമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളുടെ വാദമനുസരിച്ച് അത് വിഷയമാണ്, അത് പ്രാർത്ഥനയാണോ അല്ലേ എന്നുള്ളത് നോക്കിയിട്ടാണ് ശിർക്ക് തീരുമാനിക്കുന്നത്. എന്നാൽ നിങ്ങൾ പറഞ്ഞു ജിന്നാണോ മരമാണോ എന്ന് നോക്കിയിട്ടാണ്. അങ്ങനെയാകുമ്പോൾ ജിന്നിനോട് എന്ത് പറഞ്ഞാലും അത് ശിർക്കായി തീരേണ്ടതില്ലേ? അപ്പോൾ ഉഖ്റുജ് അദുവല്ലാ എന്ന് പറഞ്ഞത് ശിർക്കാണോ? പാമ്പുകളോട് പോകാൻ പറയണമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചതാണോ? പണ്ഡിതന്മാരൊക്കെ ശരീരത്തിൽ കൂടിയ ജിന്നിനോട് അള്ളാഹുവിനെ ഭയപ്പെടണം, പുറത്തുപോ എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞതൊക്കെ ശിർക്കിൻ്റെ ഭാഗമാണോ എന്നിങ്ങനെ വിഷയം വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ് ആ സംഭവം